ഞാനതിൽ കൂടുതൽ സംസാരിക്കുന്നില്ല. ശരിയോ തെറ്റോ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അതൊന്നും തീരുമാനിക്കേണ്ടത് നമ്മളല്ല. പക്ഷെ നമ്മളെ അറിയുന്നവർക്കറിയാം അത് എന്താണെന്നുള്ളത്. അപ്പം കൂടെ നിന്നവരാണ് കൂടുതലും. പബ്ലിക്കിന് അറിയില്ല. ബോധ്യപ്പെടുത്താൻ പോയാൽ ആരെയൊക്കെ ബോധ്യപ്പെടുത്തണം, എത്ര പേരെ ബോധ്യപ്പെടുത്താൻ പറ്റും? ഇനി നമ്മളത് പറഞ്ഞാൽ തന്നെ ആരെങ്കിലും വിശ്വസിക്കുമോ? അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ സൂര്യക്ക് മനസ്സിലാവും. എപ്പോഴെങ്കിലും രാത്രി ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ചെയ്തത് ശരിയായോ അങ്ങനെയൊക്കെ ഒരു എല്ലാ രാത്രി പക്ഷേ ഇതിങ്ങനെ വേണ്ടായിരുന്നു, ഇങ്ങനെ മാറ്റി ചെയ്യാമായിരുന്നു എന്നൊക്കെ. ഇപ്പം പടക്കളം തന്നെ എടുത്തതിന് ശേഷം ആലോചിച്ചപ്പം അതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. എനിക്ക് കുറേ ദിവസം എനിക്ക് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഞാൻ കോളർ ട്യൂണായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏത് ഡയലോഗ് ആയിരിക്കും ചൂസ് ചെയ്യുക? ഡയലോഗല്ല, ഞാൻ ഷർബത് ഷമീറിൻ്റെ പാട്ടേ ഇടുള്ളൂ. ഞാനേ അല്ല ക്യാരക്ടർ. അപ്പോൾ എനിക്കത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് ഭയങ്കര ഡൗട്ടുണ്ടായിരുന്നു. പൂരം കൊടിയേറാനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ് ഞങ്ങൾ. ഷർബത് ഷമീർ ഉണ്ടാവില്ലേ? ഉണ്ട്. ഈ ആട് 3 ആട് 2 ഇതിനെക്കാട്ടിലൊക്കെ വലിയ ഒരു ഫാൻറ്റസി, ഫൺ ആൻഡ് ഫാൻറ്റസി മൂഡിലേക്കാണ് പോകുന്നത്. എത്രത്തോളം സ്ട്രോങ് ആണ് വിജയ് ബാബു? ഞാൻ ഡെയിലി ജിമ്മിൽ പോകാറുണ്ട്. ഇപ്പം ഈ ആട് വന്ന സമയത്ത് ആദ്യം അത് പ്രേക്ഷകർ സ്വീകരിച്ചിട്ടില്ല. പക്ഷെ പിന്നീട് അവർ ആട് 2 വന്നപ്പോൾ ഹിറ്റായി. ഇപ്പോൾ ആട് 3ക്ക് കട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് ആ ഒരു പ്രേക്ഷകരുടെ ഒരു ഷിഫ്റ്റ്, ആ ഒരു റെസ്പോൺസിലെ ഷിഫ്റ്റ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ട്രാക്ക് ചെയ്യാൻ പറ്റുമല്ലോ നമുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇപ്പോൾ റീൽസ്, അതിൻ്റെ ഒരു മെയിംസ്, അതിൻ്റെ ഇത് അങ്ങനെയാണ് ആട് 2 തന്നെ ഉണ്ടാവുന്നത്. ഇപ്പോൾ അതിന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു സിനിമ ഇറങ്ങുന്നതിൻ്റെ തലേന്ന് പോകുമ്പോഴും എന്താ പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കുന്നിടത്ത് നമ്മൾ എവിടെ പോയാലും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം ആട് 3 എന്ന് വരുമെന്നുള്ളതാണ്, അല്ലേ? ഒരു ദിവസം പോലും എനിക്ക് ആ ചോദ്യമില്ലാതെ കഴിഞ്ഞ ഒരു 7 വർഷത്തിൽ ഞാൻ കടന്നു പോയിട്ടില്ല. എൻ്റെ ക്ലാസ്സിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിനെ നമ്മൾ കളിയാക്കി ഷാജിപ്പാപ്പൻ എന്നൊക്കെ വിളിച്ചൊരു സമയം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഒരു സ്കൂളിൻ്റെ ഒരു ഫംഗ്ഷൻ വന്നപ്പോൾ എല്ലാവരും റെഡ് ലുങ്കിയും ബ്ലാക്ക് ഷർട്ടും ഇട്ടൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. അതായത് ആ സിനിമ തിയേറ്ററിൽ അത്ര ഒരു കളക്ഷൻ കിട്ടിയില്ലെങ്കിലും ഒരു യുവാക്കൾക്കിടയിൽ ഭയങ്കരമായിട്ടൊരു ട്രെൻഡ്, ഷാജിപ്പാപ്പൻ എന്നുള്ളൊരു പേര്, സർബത് ഷമീർ നമ്മളായിട്ടത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ തന്നെ ആളുകൾ ഉണ്ടാക്കുന്ന ട്രോൾസും അതും ഒക്കെ തന്നെ ഇപ്പം നമ്മളെ ടാഗ് ചെയ്യുമല്ലോ. ഇപ്പം നമ്മൾ നിങ്ങളേറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമ ഏത് എന്ന് പറയുമ്പോൾ നമ്മളെ ചിലവർ ടാഗ് ചെയ്തിട്ട് എനിക്കിടും. അപ്പം നമ്മൾ അടിയിലോട്ട് നോക്കുമ്പോൾ അതിലൊരു 500 1000 കമൻറ്റ് അതിനെക്കുറിച്ചും അതിനെക്കുറിച്ച്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇൻഫർമേഷനാണ്, എല്ലാം ഇൻഫർമേഷനാണ്. ആ ഇൻഫർമേഷൻ ആണ് നമുക്ക് പലതരത്തിലുള്ള ഇൻഫർമേഷനുണ്ട്. അതാണ് നമുക്ക് അതിൻ്റെ അത്രയും കോൺഫിഡൻസിൽ അത്രയും വലിയൊരു സിനിമ നിർമ്മിക്കാനുള്ള തിയേറ്റർ റെസ്പോൺസ് വരും. ഇപ്പം ആട് 2 ഇറങ്ങിയപ്പോൾ നമുക്ക് 2 മേജർ സെൻറ്റേഴ്സിൽ തിയേറ്റർ കിട്ടിയ പോലുമില്ല, കോട്ടയം ആലപ്പുഴയും. ഇന്ന് നമ്മൾ ആട് 3 അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അഡ്വാൻസ് തരാൻ തിയേറ്റേഴ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നാണ് വരുന്നത്, ഓക്കെ ഇന്ന് ക്രിസ്മസിനാണ് വരുന്നത്, ആ ക്രിസ്മസിനാണെങ്കിൽ നമുക്ക് തരണേ നമ്മൾ. അപ്പം അങ്ങനെ പറയുമ്പോൾ ആ ഒരു കോൺഫിഡൻസ്, അതായത് ഇപ്പം നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള മറ്റുള്ള ഡയറക്ടേഴ്സ്, പ്രൊഡക്ഷൻ ഹൗസസ് നമ്മളെ വിളിച്ചു നോക്കി, നിങ്ങൾ ഇന്ന ദിവസമാണോ, എന്തിനാ, അല്ല അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് മാറ്റി വയ്ക്കാനാ എന്ന്. അപ്പം അതൊക്കെ നമുക്ക് കോൺഫിഡൻസ്. അപ്പം അല്ല, ഞാൻ പറയാം, ബിക്കോസ് നിങ്ങൾ എൻ്റെ ഞാൻ കാരണം പ്ലാൻ മാറ്റണ്ട, എന്നാലും അങ്ങനെ ഉണ്ടെങ്കിൽ പറയാം, ഇഫ് യു വോണ്ട് ടു മൂവ് അല്ലെങ്കിൽ ഒരുമിച്ച് പോകാം, അങ്ങനെയൊക്കെ നമുക്ക് എന്തിനും ഓക്കെ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം മൊത്തത്തിൽ വരുന്ന ഷാജിപ്പാപ്പൻ നിർത്തിയിടുന്ന് തന്നെ തുടങ്ങുന്നുണ്ട്. എപ്പോഴാണ് പാപ്പനും പിള്ളേരും കൂടി പൂരത്തിന് കുടിയേറുന്നത്? വിജയ് ബാബുവിനെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം എല്ലാവർക്കും ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ ക്രിസ്മസിന് വരാൻ തന്നെയാണ് പ്ലാൻ ഇപ്പോഴും. അതനുസരിച്ചാണ് നമ്മൾ ഷൂട്ട് തുടങ്ങിയതും. അപ്പോൾ ഈ മഴയുടെ ഇടയിൽ എപ്പോഴും ആസ് ഓഫ് നൗ ഓൾസോ ഞങ്ങൾ ക്രിസ്മസിന് വരാൻ തന്നെയാണ് പ്ലാൻ. അതനുസരിച്ച് പാരലൽ വർക്ക്സ് നടക്കുന്നുണ്ട്. ഹോപ്പിംഗ് ടു ക്രിസ്മസിന് പൂരം കൊടിയേറാനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ് ഞങ്ങൾ. നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ ആട് 1-ലായാലും 2-ലായാലും ഈ പാപ്പനും പിള്ളേരും ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ പോയി കുഴിച്ചാടും, പിന്നെ അതിങ്ങനെ സോൾവ് ചെയ്യുന്നതിൻ്റെ ഒരു ഇതാണ്. അപ്പം ആട് 3യും ആ ഒരു കോമഡി അല്ല, അത് ആട് 3 ആട് 2 ഇതിനെക്കാട്ടിലൊക്കെ വലിയ ഒരു മാഗ്നിറ്റ്യൂഡിൽ ചെയ്യുന്ന ഒരു സിനിമയാണ്. അതിൽ ഒരു ഫൺ ഫാൻറ്റസി, സർബത് ഷമീർ ഉണ്ടാവില്ലേ? ഉണ്ട്. ഒരു ഫാൻറ്റസി, ഫൺ ആൻഡ് ഫാൻറ്റസി മൂഡിലേക്കാണ് പോകുന്നത്. അത് നമ്മൾ ചില സ്ക്രിപ്റ്റുകൾ വായിക്കുമ്പോൾ ഇത് എങ്ങനെയെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് വിചാരിക്കത്തില്ലേ? അതായത് നമ്മുടെ സർവ്വ സ്വത്തുക്കൾ വിറ്റിട്ടാണെങ്കിലും ഈ പടം ചെയ്യണം എന്ന് സാറ്റിസ്ഫാക്ഷൻ. അപ്പം അങ്ങനത്തെ ഒരു രസമുള്ള മൂഡാണ്. അത് എങ്ങനെ ആയി വരും സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ. ആൻഡ് ദാറ്റ് ഇസ് വെൻ യു ട്രസ്റ്റ് ദ ക്യാപ്റ്റൻ, ഐ മീൻ ദ ഡയറക്ടർ, ഐ ട്രസ്റ്റ് മിഥുൻ. അപ്പോൾ അതൊരു ബ്രാൻഡാണ് ഈ പാട് എന്നുള്ളത്. അതെ, അപ്പം ഹീ വിൽ മേക്ക്. നമ്മൾ ചില ഡയറക്ടേഴ്സ് ഉണ്ട്, നമ്മൾ സ്ക്രിപ്റ്റ്
വായിക്കുമ്പോൾ അതിൻ്റെ മേളിൽ തരും, ചിലവർ അതിൻ്റെ താഴെ തരും, ചിലവർ അതുപോലെ തരും. മിഥുൻ എന്ന് പറയുന്ന ഡയറക്ടർ ഒരു സ്ക്രിപ്റ്റിൻ്റെ മേളിൽ തരുന്നുണ്ട്. അപ്പം നമ്മളത് വായിക്കുമ്പോൾ നമ്മളത് വിഷ്വലൈസ് ചെയ്യും. മിഥുൻ ഇതിൻ്റെ മേളിൽ തരും. അപ്പോൾ ഇതിൻ്റെ മേളിൽ നമുക്ക് വിഷ്വൽ എക്സ്പീരിയൻസ് കിട്ടും എന്നുള്ള ഒരു രീതിയിലാണ്. പിന്നെ അതിനനുസരിച്ചുള്ള ടീമാണ് നമ്മുടെ ഇപ്പോൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കൽ ടീമാണ് ഇപ്പോൾ ഇതിൻ്റെ കൂടെ വർക്ക് ചെയ്യണം. ടച്ച് വുഡ് ദാറ്റ് ആഡ് വിൽ ബി ഗുഡ് എൻ്റർടൈനർ. എന്താണ് വിജയ് ബാബു ആസ് എ പ്രൊഡ്യൂസർ, ഒരു ഫിലിം മേക്കർ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിൽ നോക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നല്ല കഥയുണ്ടോ എന്ന് നോക്കും, സ്റ്റോറി വേണം. ചിലവർ പറയും ഇതൊരു മേക്കിംഗ് ഫിലിമാണെന്നൊക്കെ പറയും. ഞാൻ പറയും പിന്നെ മേക്കിംഗ് നമുക്ക് സ്റ്റോറി കഴിഞ്ഞിട്ട് കേൾക്കാം, ആദ്യം സ്റ്റോറി പറ. അല്ല സാർ ഇത് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റാണ്, എനിക്ക് ആ ട്രീറ്റ്മെൻറ്റ് വർക്കാവില്ല. ഐ വോണ്ട് ദ സ്റ്റോറി ഫസ്റ്റ്. അത് എന്ത് ജോണറാണെങ്കിലും, ഇപ്പം ഫാൻറ്റസി ആണെങ്കിലും എന്താണെങ്കിലും ഇറ്റ് ഹാസ് ടു ഹാവ് എ സ്റ്റോറി. കഥയില്ലാത്ത ഞാൻ ഇപ്പോഴും ഞാൻ പറയാൻ റോജൻ മങ്കിപ്പനുമായിട്ട് വരുമ്പോൾ റോജിന് 21 വയസ്സേ ഉള്ളൂ. അപ്പം എനിക്ക് 3 മിനിറ്റിൽ കഥ പറയാം. 3 മിനിറ്റിൽ കഥ പറയാൻ പറ്റിയാൽ അതിന് സ്റ്റോറി ഉണ്ടെന്നുള്ളതാണ് അല്ലേ? മങ്കിപ്പൻ എന്ന് പറയുന്ന സിനിമ ഒരു കുട്ടി മങ്കിപ്പനിലെ പാട്ട് ഇപ്പോഴും നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ കേട്ടാൽ എന്തോ ഒരു ഫീലാണ്, മാജിക്. അതെ, ഇതേപോലെ തന്നെയാണ് പടക്കളം. മനുവിനോട് ഞാൻ ഇത് തന്നെ പറഞ്ഞു. മനു പറഞ്ഞു വളരെ സിമ്പിളാണ് കേട്ടോ, എനിക്ക് 3 മിനിറ്റ് വേണ്ട, 1 മിനിറ്റ് മതി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കഥ പറഞ്ഞു. അതും നമുക്ക് വർക്കായി. അപ്പം അങ്ങനെ അപ്പോൾ സ്റ്റോറി ആണ് അതിൻ്റെ മെയിൻ. പിന്നെ ആ സ്റ്റോറി അത് ഏത് ജോണറാണോ ആ ജോണറിന് ജസ്റ്റിസ് ചെയ്യണം. ഹൊററാണെങ്കിൽ ആളുകൾ പേടിപ്പിക്കണം. ഹ്യൂമർ ആണെങ്കിൽ ചിരിച്ച് ലാഫ് യുവർ ലങ്സ് ഔട്ട്. ഫാൻറ്റസി ആണെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റും അതിൻ്റെ കൂടെ ആ എലിമെൻറ്റും വേണം. അപ്പം ആ ജോണറിന് അത് ജസ്റ്റിസ് ചെയ്യണം. ബിക്കോസ് എനിക്ക് ഇടയിൽ നിൽക്കുന്ന ഇതില്ല, അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്തൊരു എക്സ്ട്രീംസ് എന്ന് പറയാൻ പറ്റില്ല. യു ഷുഡ് ഡു ജസ്റ്റിസ് ടു ദറ്റ് ജോണർ. അപ്പം ഇപ്പം ഹൊററാണ്, പേടിച്ചുമില്ല, എന്നാൽ കോമഡിയാണോ കോമഡിയും അല്ല, ആക്ഷനാണോ അതുമല്ല, അവിടെ ഇവിടെ എവിടെ എത്തി എന്താണ് അവിടെ. ആ ക്ലിയർ കട്ടായിട്ട് അതിനൊരു ജോണർ വേണം. അപ്പോൾ ഫീൽ ഗുഡ് ആണെങ്കിൽ ഫീൽ ഗുഡ്, സെൻറ്റിമെൻറ്റ്സ് ആണെങ്കിൽ സെൻറ്റിമെൻറ്റ്സ്. ഇപ്പോൾ ഹോം എന്ന് പറയുന്നത് ഒരു ഫീൽ ഗുഡാണ്. അപ്പോൾ നമ്മൾ ഫീൽ ഗുഡിൻ്റെ പീക്കിൽ നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം ദാറ്റ് ഇസ് വാട്ട് എക്സൈറ്റ്സ് മീ. ആ ജോണറിന് ജസ്റ്റിസ് ചെയ്യുക. പിന്നെ ചിലപ്പോൾ നമ്മൾ ആദ്യം ഒരു ടൈറ്റിൽ വരെ നമ്മൾ എക്സൈറ്റ് ചെയ്യിക്കും. ഒരു രസമുള്ളൊരു ഇപ്പം ഒരു ഹുക്ക് വേണമല്ലോ എന്നുള്ള ഒരു സാധനം, പിന്നെ അവിടെ നിന്ന് കൊണ്ട് നമ്മളത് ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു പരിപാടിയാണ്. കുറേ വർഷമായി ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന, അതായത് മലയാള സിനിമ മാറുന്നത് ആ മാറ്റത്തിലൂടെ സഞ്ചരിച്ച ഒരാളാണ്. അതെ. അപ്പം എങ്ങനെയാണ് ഈ വിജയ് ബാബു എന്നൊരു ബ്രാൻഡാണ്, ഈ ഫെയിം എപ്പോഴെങ്കിലും അപകടകരമായി തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ ഫെയിം നിലനിർത്താൻ കുറച്ച് കഷ്ടപ്പാടുണ്ടോ? ഭയങ്കര പാടാണ്. നമുക്ക് പ്രൈവറ്റ് ലൈഫില്ലല്ലോ. ഞാൻ ആ പ്രോസസ്സിലൂടെ കടന്നിട്ടില്ല. ബിക്കോസ് ഞാൻ കോർപ്പറേറ്റിലായിരുന്നു. നമ്മൾ സിനിമയുടെ പല കാര്യങ്ങളും കൺട്രോൾ ചെയ്തിരുന്നു ഇൻ ടേംസ് ഓഫ് സാറ്റലൈറ്റ് റൈറ്റ്സ്, അതിൻ്റെ ആ ബിസിനസ് ആസ്പെക്ട്സിൽ കുറേയൊക്കെ. അപ്പം അവിടെയൊക്കെ നമ്മൾ ഇൻ ടേംസ് ഓഫ് ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും നമ്മളെ അറിയാം, നമ്മളൊരു ഇതായിട്ട് നിൽക്കുന്നു. പക്ഷേ നമുക്കൊരു പബ്ലിക് ലൈഫ് നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് ലൈഫ് അഫക്റ്റ് ചെയ്യുന്നില്ല. ഞാൻ സാധാരണ ഒരു റോഡിൽ പോയി ചായ കുടിക്കും, അല്ലെങ്കിൽ ചെറിയ തട്ടുകളിൽ ഫുഡ് ചെയ്യണം. അപ്പോൾ എനിക്ക് ചെറിയ ചെറിയ പോക്കറ്റ്സിലുള്ള ഫുഡുകൾ ഭയങ്കര ഇഷ്ടമാണ്. ചുമ്മാ റോഡിലൂടെ ഇറങ്ങി നടക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഞാൻ എന്താണോ അങ്ങനെ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ അത് ഒരു പബ്ലിക് ലൈഫിലേക്ക് പോകുമ്പോൾ നമ്മളത് ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളത് ചിലപ്പോൾ നമ്മളത് മറന്നു പോകും. ഇടയ്ക്കിടയ്ക്ക് നമ്മളിപ്പോൾ അത് ഓൺ ചെയ്യും. അപ്പോൾ അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. അത് എവറി ഡേ ഈസ് എ ലേണിംഗ് അല്ലേ? നമ്മൾ ഓരോ ദിവസവും നമുക്ക് പറ്റിയ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്ത് ഫെയിലിയേഴ്സ് ആർ എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. അപ്പോൾ എല്ലാവരും മനുഷ്യരാണ്. അപ്പം നമുക്ക് തെറ്റുകൾ ചിലപ്പോൾ നമ്മൾ സിനിമയിൽ റോങ് ഡിസിഷൻസ് എടുത്തിട്ടുണ്ടാവാം. അത് നമ്മൾ ഇനി അതുണ്ടാവരുത്, കറക്റ്റ് ചെയ്യുക. അങ്ങനെ കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകും.